എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് തിരിച്ചു വരികയാണ്. We have already discussed about the different kinds of sentences. നമ്മളതിൽ ചോദ്യവാചകങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അത് ക്വസ്റ്റ്യൻസ് ആണ്. ചോദ്യവാക്കുള്ള ചോദ്യമുണ്ട്, ചോദ്യവാക്കില്ലാത്ത ചോദ്യമുണ്ട്. അപ്പോൾ WH ക്വസ്റ്റ്യൻസ് ആൻഡ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡുള്ള ചോദ്യങ്ങളും, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത ചോദ്യങ്ങളുമാണുള്ളത്. ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ ഫ്രെയിം ചെയ്യാം? അപ്പോൾ ഫ്രെയിം എ ക്വസ്റ്റ്യൻ സാധാരണഗതിയിൽ ഗ്രാമർ നമുക്ക് സ്കൂൾ തലത്തിലൊക്കെ ചോദിക്കാവുന്നതാണ്. സോ വി ഹാവ് ടു മേക്ക് എ ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് നമ്മൾ അതിനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക? ഹൗ ക്യാൻ ഐ ഡു എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ സിമ്പിൾ വേ ഉണ്ട്, അതിനൊരു ഫോർമാറ്റ് ഉണ്ട്. അതായത് ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ്. ഹെൽപ്പിംഗ് വെർബ് മീൻ ഓർ ഓക്സിലറീസ്. ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ഇഫ് എനി റിമൈനിങ് പാർട്ട് ദെൻ ക്വസ്റ്റ്യൻ മാർക്ക്. ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ വേർഡ് ആദ്യം എഴുതുക, പ്ലസ് ഹെൽപ്പിംഗ് വെർബ് ഓർ ഓക്സിലറീസ് എഴുതുക, പ്ലസ് സബ്ജക്റ്റ് എഴുതുക, പ്ലസ് മെയിൻ വെർബ് എഴുതുക, പ്ലസ് റിമൈനിങ് പാർട്ട് ഉണ്ടെങ്കിൽ ആ ഭാഗം എഴുതുക, ദെൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. അത് WH ക്വസ്റ്റ്യൻ ആണ്. ഇനി WH ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് അവിടെ ഇല്ലാതിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, മാറ്റിയിട്ട് ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. യു മസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ഹെൽപ്പിംഗ് വെർബ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ വിൽ ബി സ്റ്റാർട്ടഡ് വിത്ത് ഹെൽപ്പിംഗ് വെർബ് ആൻഡ് WH ക്വസ്റ്റ്യൻ സ്റ്റാർട്ടഡ് വിത്ത് സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ വേർഡ്. അപ്പോൾ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പിംഗ് വെർബ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. സഹായക ക്രിയകൾ ധാരാളം ഉണ്ട്. മോഡൽ ഓക്സിലറീസ്, സാധാരണ ഓക്സിലറീസ് ഒക്കെ ഉണ്ട്. ഈസ്, ആം, ആർ, വാസ്, വെയർ, ഹാസ് ഓർ ഹാവ്, ഷാൽ, വിൽ, ക്യാൻ, മേ, മൈറ്റ്, ഡു, ഡസ്, ഡിഡ്, എക്സെട്ര. അങ്ങനെ കുറച്ച് സഹായക ക്രിയകൾ, മെയിൻ ക്രിയയെ സഹായിക്കാനായിട്ട് ഒരു സെൻറ്റൻസ് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയും നല്ല രീതിയിൽ അതിനെ എഴുതുന്നതിന് വേണ്ടിയിട്ടും ടെൻസ്, കാലഘട്ടത്തിനെ തിരിച്ചറിയാനായിട്ട്, കാലങ്ങളെ തിരിച്ചറിയാനായിട്ടും നമ്മൾ സഹായക ക്രിയകളും കൂടി ചേർത്തിട്ടാണ് സെൻറ്റൻസ് പൂർത്തീകരിക്കുക. അപ്പോൾ അവിടെ ചോദ്യവാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഹെൽപ്പിംഗ് വെർബ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഹെൽപ്പിംഗ് വെർബ് സാധാരണഗതിയിൽ സെൻറ്റൻസിൽ ഇല്ലെങ്കിൽ നമ്മൾ ഡു ഓർ ഡസ് ഓർ ഡിഡ്, ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ഉപയോഗിക്കാം. ഡു ഓർ ഡസസ് അത് പ്രസന്റ് ഫോമാണ്, ഡിഡ് പാസ്റ്റ് ഫോമാണ്. സാധാരണഗതിയിൽ ഡു പ്ലൂറൽ ഫോമിൻ്റെ കൂടെ വരും. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഡു ഫോമും, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ് ഫോമുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് ഇവയിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഫ്രെയിം എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടാവില്ല, ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് കൂടാതെ നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടാഗ് ക്വസ്റ്റ്യൻസ് അത് ഇതിൽ വരുന്നതല്ല, അത് ടെയിൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. അത് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് ഒരു സെൻറ്റൻസിൻ്റെ സഫിക്സ് ആയിട്ട് വരിക, കോമ ഇട്ടിട്ട് സബ്ജക്റ്റ് ഒബ്ജക്റ്റും അതിൻ്റെ വെർബുമായിട്ട് ചേർത്ത് എഴുതി വരുന്നതാണ് ടാഗ് ഓർ ടെയിൽ. അതൊരു കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ അല്ല, ഒരു ചെറിയ ക്വസ്റ്റ്യൻ ഫോർമാറ്റ്. അത് ആ ചോദ്യത്തിൻ്റെ ഇഫക്റ്റ് തരുന്ന രീതിയിലേക്ക്
ആ സെന്റൻസിന്റെ പിന്നിലൂടെ ചേർക്കുന്നതാണ്. അതുകൊണ്ട് അതിന് ടാഗ് ഓർ ടെയിൽ ക്വസ്റ്റ്യൻ എന്ന് പറയും. അത് അനദർ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും ഫ്രെയിം എ ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം. വളരെ ക്ലിയർ ആണ്. ഹെൽപ്പിംഗ് വെർബിനെ ചേർക്കണം, സബ്ജക്റ്റ് എഴുതണം, മെയിൻ വെർബ് പ്ലസ് അനുയോജ്യമായിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ നമുക്ക് കുറച്ച് എക്സാമ്പിൾ പരിശോധിക്കാം. യെസ്, അപ്പോൾ നമുക്ക് എക്സാമ്പിളിലേക്ക് കിടക്കാം. നോക്കുക, ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ്, വേർഡ് ഓർഡർ, ക്വസ്റ്റ്യൻ വേർഡ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക്. Helping verb or auxiliary verb. Auxiliary means helping. Then example number 1. She wanted to see you. You ന്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ യു എന്നുള്ള അത് ഉത്തരം കിട്ടുന്ന തരത്തിലുള്ള ചോദ്യവാക്ക് വെക്കണം, ചോദ്യം ഉണ്ടാക്കണം. ഫ്രെയിം എ ക്വസ്റ്റ്യൻ. അപ്പൊ ഏതാ വരിക? She wanted to see you. അവര് നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്താ വേണ്ടത്? ആരെ കാണാൻ ആഗ്രഹിക്കുന്നു? Whom did, question word whom did she want to see? Question word whom, wanted, അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, ഡിഡ് ഫോം ഓഫ് ദി വെർബ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ ഡിഡ് വെക്കണം, ഹെൽപ്പിംഗ് വെർബിന്റെ സ്ഥാനത്ത് ഡിഡ്. Whom did, പിന്നെ സബ്ജക്ട് she, then did want, മെയിൻ വെർബ് want, പിന്നെ wanted വെക്കരുത്, did want is equal to wanted. So did she want to see, question mark. So whom did she want to see? The next number 2, the teacher called Retha. Whom did the teacher call? Whom did the teacher call? Question word, helping verb, subject, main verb. Number 3, this is my father's bag. Whose bag is this? Whose bag? ആരുടെ bag is this? അവിടെ helping verb മറിച്ചിട്ടാൽ മതി, helping verb അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേസ് മാറ്റിയാൽ മതി. Is this? The two friends met in the park. Where did the two friends meet? Did meet. അവിടെ helping verb ഇല്ലാത്തതുകൊണ്ട് did വെച്ചു, കാരണം met എന്നുള്ളതാണ് പാസ്റ്റ് ടെൻസ് ആണ്. Where did the two friends meet? Question word, helping verb, subject, main verb. Then question number 5. He paid 20 rupees for this book. 20 rupees. So how much did he pay for this book? How much? എണ്ണത്തെ കാണിക്കുകയാണെങ്കിൽ how many, എണ്ണം നമുക്ക് പറയാൻ പറ്റില്ലെങ്കിൽ how much. How much did he pay for this book? The next question, the girl likes English books. What book does the girl like? What book does the girl like? അപ്പോൾ അവിടെ the girl likes എന്നാണ്. likes എന്ന് പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ആണ്. അപ്പോൾ does form of the verb. അപ്പോൾ what book does the girl like? Question word, helping verb, subject, main verb. So വളരെ ക്ലിയർ ആണ്. ക്വസ്റ്റ്യൻ വേർഡ്, ഹെൽപ്പിംഗ് വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ്. ഇതാണ് ഒരു WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന രീതി. ഇനി ഹെൽപ്പിംഗ് വെർബ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് വേണ്ടാന്നേ ഉള്ളൂ, ബാക്കി ഹെൽപ്പിംഗ് വെർബ് വെച്ച് തുടങ്ങിയാൽ മതി, വേറെ ഒന്നും അത് വിഷയങ്ങളില്ല. അപ്പൊ ഇവിടെ ചില ക്വസ്റ്റ്യൻ വേർഡ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം ഒരു 5-6 എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്യാം. നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചോദ്യവാക്ക് വളരെ പ്രസക്തമാണ്. ശരിയായ ചോദ്യവാക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. ഇപ്പോ വസ്തുക്കൾ, കാര്യം, അതുപോലെ എന്ത് എന്നൊക്കെയുള്ള ഇഫക്റ്റ് കൊടുക്കണമെങ്കിൽ വാട്ടാണ് ഉപയോഗിക്കുക, WHAT, വാട്ട്. സ്ഥലത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ വേർ, WHERE, വേർ. ഏത് അല്ലെങ്കിൽ ഏത് സാധനങ്ങളാണ് അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റ് ആണെന്ന് ചോദിക്കുന്ന സന്ദർഭത്തിലാണെങ്കിൽ വേർ. വിച്ച്, WHICH, വിച്ച്. കാരണം ചോദിക്കുകയാണെങ്കിൽ റീസൺ, വൈ,
WHY. സമയത്തെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ when, 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 സമയം, when. ആര് അല്ലെങ്കിൽ ഏത്, ആര് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൂ എന്ന് പറയും, ആര്. ഹും, ആരെ, ആരെ എന്ന് ചോദിക്കുകയാണെങ്കിൽ പൊസസീവ്നെസ്, ആരെ അല്ലെങ്കിൽ ആരെ, ആര് അല്ലെങ്കിൽ ആരെ. ഹൂം, WHOM, ഹൂം. ആരുടെ, പൊസസീവ്നെസ്, ആരുടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൂസ്, WHOSE, ഹൂസ്, ആരുടെ, ഹൂസ്. എങ്ങനെ, ഹൗ, എങ്ങനെ, ഹൗ എന്ന് ചോദിക്കും നമ്മൾ. എണ്ണത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൗണ്ട് ചെയ്യാൻ സാധിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൗ മെനി, ഹൗ മെനി. കൗണ്ട് ചെയ്യാൻ സാധിക്കാത്തതിനെ കുറിച്ച് പറയുമ്പോൾ ഹൗ മച്ച്, ഹൗ മച്ച്. അതുപോലെ ഇടയ്ക്കിടെ, ഇടയ്ക്കിടെ വരിക, ഒക്കേഷണലി, ഫ്രീക്വന്റ്ലി. അപ്പൊ ഇടയ്ക്കിടെ സന്ദർശിക്കുക, ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള ഒരു അഭിപ്രായം വരികയാണെങ്കിൽ, ഒക്കേഷണലി എന്നുള്ളൊരു മീനിങ് വരികയാണെങ്കിൽ നമ്മൾ ഹൗ ഓഫൺ, ഹൗ ഓഫൺ എന്നാണ് പറയുക. ഇനി കുറെ ദൂരെ, എത്ര ദൂരം, എത്ര ദൂരം, അങ്ങനെ പറയുന്ന ഒരു സന്ദർഭം. ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദൂരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഹൗ ഫാർ, ഹൗ ഫാർ. ഇനി എത്ര കാലം, എത്ര സമയം, കുറെ പ്രൊലോങ്ഡ് പീരീഡ് പറയുകയാണെങ്കിൽ, എത്ര കാലം, എത്ര സമയം എന്നുള്ള ഒരു പ്രൊലോങ്ഡ് ടൈം പറയുകയാണെങ്കിൽ ഹൗ ലോങ്, ഹൗ ലോങ്, അല്ലെങ്കിൽ ഫോർ ഹൗ ലോങ്, ഫോർ ഹൗ ലോങ്, അല്ലെങ്കിൽ ഹൗ ലോങ്. ഇത്തരത്തില് നമ്മൾ അനുയോജ്യമായ ചോദ്യവാക്കുകൾ നമ്മൾ എടുക്കണം എന്നാണ്. അപ്പൊ ചോദ്യവാക്ക് ഉണ്ടാക്കാൻ സിമ്പിളാണ്. അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ് എടുക്കുക, ഹെൽപ്പിംഗ് വെർബ് ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് വെക്കുക, അല്ലെങ്കിൽ ഡു, ഡസ്, ഡിഡ് വെക്കുക, പിന്നെ സബ്ജക്റ്റ് വെക്കുക, പിന്നെ മെയിൻ വെർബ് വെക്കുക, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ഫ്രെയിം എ ക്വസ്റ്റ്യൻ. ദെൻ some another examples. Okay. The new shirt cost him 50 rupees. Underline ചെയ്തിരിക്കുന്നത് 50 rupees ആണ്. അപ്പോൾ how much did the new shirt cost him? How much? നമുക്ക് എത്ര ഒരു വിലയെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്, എണ്ണ അല്ല. How much? Then question word helping verb did. The new shirt, subject, cost, verb, him. Then number 2, the teacher asked Shankar to stand up. The teacher. Who asked Shankar to stand up? ആരാണ് പറഞ്ഞത്? Who is a question word. Who asked Shankar to stand up? He lives 6 miles away from the station. 6 miles away. How far, എത്ര ദൂരം, how far from the station does he live? Away from the station, 6 miles away from the station. Lives now the simple present ആണ്. അപ്പോൾ does. How far from the station does he live? He waited for 2 hours. How long did he wait? How long, എത്ര നേരം, എത്ര, how long. Did, waited, a simple past, did. He waits. Tom has eaten biscuits. Biscuit is noted. What has Tom eaten? What, എന്താണ് തിന്നത്? What has Tom eaten? അവിടെ helping verb has ഉണ്ട്. The meeting will begin at 4 o'clock. Begin at 4 o'clock. When will the meeting begin? When will the meeting begin? അവിടെ helping verb will ഉണ്ട്. എപ്പോഴാണ് സമയം? When will the meeting begin? എപ്പോഴാണ് മീറ്റിംഗ് ആരംഭിച്ചത്? Sita is talking about her trip to Bangalore. സീത അവളുടെ ബാംഗ്ലൂർ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണ്. അപ്പൊ സീത എന്താണ് പറഞ്ഞത്? What is Sita talking about? So question word what is helping verb is, Sita is subject, talking is main verb. So വളരെ ക്ലിയർ ആണ്. ഏത് ചോദ്യങ്ങളായ ഏത് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണമെങ്കിലും നമ്മൾ അനുയോജ്യമായ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വേർഡ് സെലക്ട് ചെയ്യുക.
ഹെൽപ്പിംഗ് വെർബ് ഉണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ ഡു ഓർ ഡസ് വെക്കുക, ദെൻ സബ്ജക്റ്റ് വെക്കുക, ദെൻ മെയിൻ വെർബ് കറക്റ്റ് ഫോമിൽ വെക്കുക, ദെൻ ബാക്കി ഏതെങ്കിലും റിമൈൻ ഭാഗം ഉണ്ടെങ്കിൽ റിമൈൻ പാർട്ട് ഉണ്ടെങ്കിൽ അത് എഴുതിയതിനു ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ദിസ് ഈസ് ദ ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫ്രെയിം എ ക്വസ്റ്റ്യൻ ഈസ് നൗ കംപ്ലീറ്റഡ്. ഓക്കെ, താങ്ക് യു.